Hi all, welcome to my YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാട്ടമിയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ അനാട്ടമിയിൽ ലാരിങ്സ് എന്ന് പറഞ്ഞ പോർഷനിൽ കാർട്ടിലേജസ്, നമുക്കറിയാം ലാരിങ്സിനകത്ത് കാർട്ടിലേജിൽ സ്കെൽട്ടൺ വരുന്നുണ്ട്. അതിൻ്റെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 6 കാർട്ടിലേജ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെ പറ്റി ഒന്ന് ബ്രീഫായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. സോ BDSന് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് പഠിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലീസ് കമൻറ്റ് ഇൻ ദ വീഡിയോ ആൻഡ് നമുക്ക് പോകാം ടോപ്പിക്കിലേക്ക്. ഓക്കെ, ലാരിങ്സ് നമുക്കറിയാം. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ്. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ്. ആൻഡ് അതിനകത്ത് നമുക്ക് എന്തുണ്ടെന്ന് പറയാം, വോക്കൽ കോഡ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് എപ്പോഴായാലും ഒരു കാർട്ടിലേജിനെ പറ്റിയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ലാരിങ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കണം. essay ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അപ്പോൾ ലാരിങ്സ് എന്ത് ചെയ്താൽ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്റ്റ്. അതിനകത്ത് എന്തുണ്ട്, വോക്കൽ കോഡുണ്ട്. ഇനി അത് എത്ര നീളമുണ്ട്, അതിൻ്റെ ആ ഒരു മോർഫോളജി നമുക്ക് നോക്കാം. ഒരു 2 ഇഞ്ച് നീളമുണ്ട്. നമുക്കത് ട്യൂബുലാർ ഓർഗനാണ്. അതിൻ്റെ മുകളിൽ ആരാ ഉള്ളത്, നമുക്കറിയാം. ഫാരിങ്സിന്റെ പോർഷൻ എടുക്കുമ്പോൾ നേസോ ഫാരിങ്സ് ഉണ്ട്, ഓറോ ഫാരിങ്സ് ഉണ്ട്, പിന്നെ ലെറിഞ്ചോ ഫാരിങ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ലെറിഞ്ചോ ഫാരിങ്സിൽ നിന്നാണ് അത് മേളിൽ തുടങ്ങുന്നത്. സോ എബോ ലെറിഞ്ചോ ഫാരിങ്സ് ഉണ്ട്, ബിലോ ആരുണ്ട്, ട്രക്കി ആയിട്ടത് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാരിങ്സിന്റെ ജസ്റ്റ് ഒരു ഔട്ടർ ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഇനി നമുക്ക് കാർട്ടിലേജിന് വരാം. കാർട്ടിലേജ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നിങ്ങൾ കാർട്ടിലേജ് വരയ്ക്കാൻ പഠിക്കുക. അപ്പോൾ കാർട്ടിലേജിന്റെ ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു ഹയോയിഡ് ബോൺ വരച്ചു, പിന്നെ ഒരു എപ്പിഗ്ലോട്ടിസ് വരച്ചു, അതിനുശേഷം ഒരു തൈറോയിഡ് വരച്ചു. അതിനുശേഷം നമ്മൾ അതിനകത്ത് തന്നെ നമ്മൾ ആ 3 ചെറിയ കാർട്ടിലേജസ് കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാ, ക്യൂണിഫോം, കോർണിക്കുലേറ്റ്, പിന്നെ അരേറ്റിനോയിഡ്, പിന്നെ ലാസ്റ്റ് ഒരു വലുത്, അതാണ് എന്ത്, നമ്മുടെ ക്രിക്കോയിഡ് കാർട്ടിലേജ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാർട്ടിലേജിൻ്റെ ഹെഡിങ് കൊടുത്തിട്ട് പടം ഒന്ന് വരയ്ക്കുക. പടം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കവർക്കും എന്ത് കിട്ടും, മാർക്ക് കിട്ടും. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ എന്ത് വരച്ചാൽ മതി, പടം വരച്ചാൽ മതി. അപ്പം ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എഴുതേണ്ടത് കാർട്ടിലേജിനിയസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ കാർട്ടിലേജസ് വരച്ചുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിലത് പെയർഡ് ആണ്, ചിലത് അൺപെയർഡ് ആണ്. അപ്പോൾ പെയർഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്, അൺപെയർഡ് ആയിട്ടുള്ള ആരൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം അൺപെയർഡ് ആയിട്ടുള്ളവർ പഠിക്കാനായിട്ട് ഞാനൊരു കോഡ് നോക്കിയിട്ടുണ്ട്, ETC, എപ്പിഗ്ലോട്ടിസ്, തൈറോയിഡ്, ക്രിക്കോയിഡ്. ഓക്കെ, ETC, എപ്പിഗ്ലോട്ടിസ്, തൈറോയിഡ്, ക്രിക്കോയിഡ്. ബാക്കി പെയർഡ് ആയിട്ടുള്ളത് 3 എണ്ണം. അതാണ് ആ ചെറിയ ചെറിയ ഉണ്ടകൾ നമ്മൾ കണ്ടില്ല, അതിൻ്റെ ഇടയിൽ 3 എണ്ണം ചെറുത്. അത് ഏതൊക്കെയാണ്, CCA, ക്യൂണിഫോം, ക്യൂണിഫോം, അങ്ങനെ അടച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ അടച്ചാൽ ഇത് എൻ്റെ ഒരു ന്യൂമോണിക്സ് ആണ്. അപ്പം CCA, ക്യൂണിഫോം, കോർണിക്കുലേറ്റ്, എന്താ, അരീറ്റിനോയിഡ്. ഈ തൈറോയിഡും ക്രിക്കോയിഡും എപ്പിഗ്ലോട്ടിസൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഇത് ഇത്രയായല്ലോ. അപ്പോൾ ഇതാണ് എന്ത്, കാർട്ടിലേജിന് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പോൾ പെയർഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്, 3 പേര് ETC, പെയർഡ് ആയിട്ടുള്ളവർ CCA, അൺപെയർഡ് ആയിട്ടുള്ളവർ ETC. അപ്പോൾ അത് പഠിച്ചല്ലോ. ഇപ്പോൾ തന്നെ കുറേ മാർക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഇലാസ്റ്റിക് ആരൊക്കെയാണ്, ഇലാസ്റ്റിക്കിൻ്റെ അങ്ങനെ നോക്കിയത്. ഇലാസ്റ്റിക്കിൻ്റെ വരുന്ന എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഓയിഡ് ലാസ്റ്റ് വരുന്ന ആരൊക്കെയാണ്, ക്രിക്കോയിഡ്, തൈറോയിഡ്, അരീറ്റിനോയിഡ്. അപ്പോൾ ഓയിഡെന്ന് ലാസ്റ്റ് വരുന്ന എല്ലാവരും ഹയാലിനാണ്. എപ്പിഗ്ലോട്ടിസ്, ക്യൂണിഫോം, കോർണിക്കുലേറ്റ്, ഇവർ 3 പേരും ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് ആരൊക്കെയാണ്, നമ്മുടെ ഹയാലിൻ ആരൊക്കെയാണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഓരോ കാർട്ടിലേജിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇലാസ്റ്റിക് ആണോ ഹയാലിനാണോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നോക്കി വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് കാർട്ടിലേജ്, തൈറോയിഡ് കാർട്ടിലേജ്. നമുക്കറിയാലേ തൈറോയിഡ് ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാൻഡാണ്. അപ്പോൾ അതിൽ വരുന്ന കാർട്ടിലേജ് തൈറോയിഡ് കാർട്ടിലേജ്. അപ്പോൾ തൈറോയിഡ് കാർട്ടിലേജ് നമ്മൾ ആദ്യം പറയണം ഏത് വെർട്ടിബ്രയാണ് അത് ലൈ ചെയ്യുന്നത്, C4 ആൻഡ് C5 വെർട്ടിബ്രയിലാണ് അത് ലൈ ചെയ്തിരുന്നത്. അതേതാ, തൈറോയിഡ് ആംഗിള് എന്ന് പറയുന്നത് എത്രയാണ്, മെയിലിനാണെങ്കിൽ 90 ഡിഗ്രിയും ഫീമെയിലിനാണെങ്കിൽ 120 ഡിഗ്രിയും ആണ്. അതൊക്കെ അല്ല. അതിന് 2 ലാമിന വരുന്നുണ്ട്, 2 ലാമിന വരുന്നുണ്ട്. അപ്പോൾ തൈറോയിഡ് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് 2 ലാമിന വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ടൊരു നമ്മൾ പറഞ്ഞിട്ടില്ല, ഈ ആണുങ്ങളിലൊക്കെ ഇവർ നമ്മളിങ്ങനെ ആദംസ് ആപ്പിൾ എന്നും പറഞ്ഞിങ്ങനെ പൊങ്ങി കാണപ്പെടും. ചില ഗേൾസിന് അങ്ങനെ ഇല്ല. പൊതുവെ ബോയ്സ് അല്ലെങ്കിൽ മെയിലിനാണ് എന്ത് കൂടുതൽ ആദംസ് ആപ്പിൾ വരുന്നത് അല്ലേ. അപ്പോൾ 2 ലാമിനേൻ്റെ ഇടയിലായിട്ട് എന്തുണ്ട്, ഒരു പ്രോമിനൻസ് ഉണ്ട്, ഒരു ലാരിഞ്ചൽ പ്രോമിനൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആദംസ് ആപ്പിൾ. ഓക്കെ, ലാരിഞ്ചൽ പ്രോമിനൻസിനെ വിളിക്കുന്ന പേരാണ് ആദംസ് ആപ്പിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തൈറോയിഡ് കാർട്ടിലേജ് ഇതൊക്കെ പറഞ്ഞു. C4 C5 വെർട്ടിബ്രയിലാണ് വരുന്നത്. തൈറോയിഡ് ആംഗിൾ ഉണ്ട്. തൈറോയിഡ് ആംഗിൾ എന്താണ്, 90 ഡിഗ്രി ആണ്. മെയിലില് ഫീമെയിലില് 120 ഡിഗ്രി ആണ്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ലാരിഞ്ചൽ പ്രോമിനൻസ് ഉണ്ട്. ലാരിഞ്ചൽ പ്രോമിനൻസിനെ വിളിക്കുന്ന പേരാണ് ആദംസ് ആപ്പിൾ. അത് വന്നിട്ട് ഈ 2 ലാമിനേൻ്റെ ഇടയിലായിട്ട് മിഡിലായിട്ട് വരുന്നതാണ്. ഇത്ര ഓക്കെ അല്ല. അപ്പോൾ ഇത്രയും നമുക്ക് മെയിനായിട്ട് പറയാം. ഇനി നമ്മൾ പറയേണ്ടത് ഇവരുടെ അറ്റാച്ച്മെൻറ്റ്സ് ആണ് അല്ലേ. കുറേ ബോർഡേഴ്സും റിലേഷൻസും സർഫസും ഒക്കെ ഉണ്ട്.
അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പടം വരച്ച് നോക്കാം. ആദ്യം നമുക്ക് ഔട്ടർ സർഫസ് പറയാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പടം പോലെ ഔട്ടർ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ലിക് ലൈൻ കാണാൻ പറ്റും. ഈ ഒബ്ലിക് ലൈനിൽ 3 മസിൽ അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. ആദ്യത്തെ ലൈൻ ഏതാ? ആദ്യത്തെ തൈറോ ഹയോയിഡ്, അത് കഴിഞ്ഞ് സ്റ്റെർണോ തൈറോയിഡ്, അങ്ങനെ തൈറോ അങ്ങനെ തൈറോ ഹയോയിഡ്, സ്റ്റെർണോ തൈറോയിഡ്, ഇൻഫീരിയർ കൺസ്ട്രക്ടർ. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ ആലോചിച്ച് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് നമുക്ക് അത് പറയാം. തൈറോയിഡിന്റെ ആ ഒരു കാർട്ടിലേജ് വരയ്ക്കുക, അത് സിമ്പിൾ അല്ലേ? ആ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ആ 3 മാർക്ക് ചെയ്യുക. 3 കളറിൽ മാർക്ക് ചെയ്താൽ മതി. ആ ഓർഡറിൽ പഠിച്ചു വെച്ചോ. തൈറോ ഹയോയിഡ്, സ്റ്റെർണോ തൈറോയിഡ്, ഇൻഫീരിയർ കൺസ്ട്രക്ടർ. അപ്പം അത് കഴിഞ്ഞല്ലോ. അതാണ് ഔട്ടർ സർഫസിൽ ഒരു ഒബ്ലിക് ലൈൻ ഉണ്ട്, അവിടുന്ന് വരുന്ന അറ്റാച്ച്മെന്റ് ആണ് ഇത് 3. അപ്പം ഇത് ഔട്ടർ സർഫസ്. ഇനി നമുക്ക് ഏത് നോക്കാം? പോസ്റ്റീരിയർ ഔട്ടർ സർഫസ് കഴിഞ്ഞ് അടുത്ത് നമുക്ക് പോസ്റ്റീരിയർ ബോർഡർ നോക്കാം. പോസ്റ്റീരിയർ ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോർണുവയുടെ ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇറ്റ് ഫോംസ് ദ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോർണു. അതുപോലെ തന്നെ 3 മസിലിന്റെ ഇൻസേർഷൻ ആണ്. 3 മസിൽ ഇൻസേർഷൻ ഏതൊക്കെയാണ്? ഫെരിഞ്ചസ് എന്ന് ലാസ്റ്റ് വരും. സ്റ്റൈലോഫെരിഞ്ചസ്, സാൽപിംഗോഫെരിഞ്ചസ്, പാലറ്റോഫെരിഞ്ചസ്. സ്റ്റൈലോഫെരിഞ്ചസ്, സാൽപിംഗോഫെരിഞ്ചസ്, പാലറ്റോഫെരിഞ്ചസ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് ഏതാണ്? പോസ്റ്റീരിയർ ബോർഡർ ആണ്. അപ്പൊ ഔട്ടർ സർഫസ് പറഞ്ഞു 3 ഏതൊക്കെയായിരുന്നു? തൈറോ ഹയോയിഡ്, സ്റ്റെർണോ തൈറോയിഡ്, പിന്നെ ലാസ്റ്റ് ഇൻഫീരിയർ കൺസ്ട്രക്ടർ. ഇപ്പൊ പറഞ്ഞ ഏതാണ്? പോസ്റ്റീരിയർ ബോർഡർ ആണ്. പോസ്റ്റീരിയർ ബോർഡറിൽ ഇൻഫീരിയർ കോർണുവേയുടെയും സുപ്പീരിയർ കോർണുവേയുടെയും എന്താ ഇത് ഫോംസ് ദ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോർണു. പിന്നെ 3 മസിൽസ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റൈലോഫെരിഞ്ചസ്, ഫെരിഞ്ചസ് എന്ന് ലാസ്റ്റ്, സ്റ്റൈലോഫെരിഞ്ചസ്, പാലറ്റോഫെരിഞ്ചസ് ആൻഡ് സാൽപിംഗോഫെരിഞ്ചസ്. ഇപ്പൊ ക്ലിയർ അല്ലേ? പോസ്റ്റീരിയർ ബോർഡറും കഴിഞ്ഞു. സുപ്പീരിയർ ബോർഡർ തൈറോ ഹയോയിഡ് മെംബ്രെയിൻ, അതങ്ങനെ പഠിച്ചാൽ മതി, സിമ്പിൾ. സുപ്പീരിയർ ബോർഡർ ആരാണ്? തൈറോ ഹയോയിഡ് മെംബ്രെയിൻ. ഇനി വരുന്നതാണ് പോസ്റ്റീരിയർ സർഫസ്. കുറച്ച് പറയാം. പോസ്റ്റീരിയർ സർഫസിൽ വരുമ്പോൾ നമ്മൾ വേറൊരു ഫിഗർ നോക്കണം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കി. ആ 2 സൈഡിലായിട്ട് നീല കളറിൽ കാണിച്ചിരിക്കുന്നില്ലേ, അതാണ് നമ്മുടെ പോസ്റ്റീരിയർ ബോർഡർ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, സ്റ്റൈലോഫെരിഞ്ചസ്, സാൽപിംഗോഫെരിഞ്ചസ്, പാലറ്റോഫെരിഞ്ചസ്. അത് കഴിഞ്ഞല്ലോ. സുപ്പീരിയർ ബോർഡർ തൈറോ ഹയോയിഡ് മെംബ്രെയിൻ നമ്മൾ പറഞ്ഞല്ലോ, മേളിലായിട്ട് തൈറോ ഹയോയിഡ് മെംബ്രെയിൻ കണ്ടു. പിന്നെ നടുക്കായിട്ട് കണ്ടില്ലേ, പോസ്റ്റീരിയർ സർഫസിലായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യം പറയുന്നത് തൈറോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ് ആണ്. ആ പച്ച കളറിലെ ഫസ്റ്റത്തെ വലിയ ഉണ്ടയാണ് തൈറോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ്. പിന്നെ പെയർഡ് ആണ്, 2 പെയർ. തൊട്ട് താഴെ കാണപ്പെടുന്ന 2 പെയറാണ് പെയർ ഓഫ് വെസ്റ്റിബുലാർ ലിഗമെന്റ്, എ പെയർ ഓഫ് വോക്കൽ ലിഗമെന്റ്. പെയർ ഓഫ് വെസ്റ്റിബുലാർ ലിഗമെന്റ്, വോക്കൽ ലിഗമെന്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫിഗർ വരച്ച് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഇപ്പം എനിക്കാണെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരും. ഫിഗർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് കുറേ കിട്ടും. അപ്പോൾ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിൾ. കമോൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് വരച്ചു. അപ്പോൾ പച്ച കളറിൽ വലിയ ഉണ്ടേണ്ടത് തൈറോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ്. അത് കഴിഞ്ഞിട്ട് വരുന്ന പെയർ ഓഫ് വെസ്റ്റിബുലാർ ലിഗമെന്റ്, എ പെയർ ഓഫ് വോക്കൽ ലിഗമെന്റ്. പിന്നെ 2 മസിലുണ്ട്, 2 ഇപ്പുറത്തും. അതാണ് ഇത് പെയർ ഓഫ് തൈറോ അരിറ്റിനോയിഡ് മസിൽ, പെയർ ഓഫ് തൈറോ അരിറ്റിനോയിഡ് മസിൽ. അപ്പൊ ഫിഗറിൽ തന്നെ മനസ്സിലായി. പോസ്റ്റീരിയർ ബോർഡർ പറഞ്ഞു, സുപ്പീരിയർ ബോർഡർ തൈറോ ഹയോയിഡ് മെംബ്രെയിൻ പറഞ്ഞു, പോസ്റ്റീരിയർ സർഫസിലുള്ള ഇത്രയും പേര് പറഞ്ഞിരിക്കുന്നു. തൈറോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ്, പെയർ ഓഫ് വെസ്റ്റിബുലാർ ലിഗമെന്റ്, എ പെയർ ഓഫ് വോക്കൽ ലിഗമെന്റ്, പിന്നെ 4 ഈ സൈഡ്, എ പെയർ ഓഫ് തൈറോ അരിറ്റിനോയിഡ് മസിൽ. അപ്പൊ ഇത്രയാണ് നമ്മുടെ തൈറോയിഡ് കാർട്ടിലേജ് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത് നമുക്ക് ക്രിക്കോയിഡ് കാർട്ടിലേജിലേക്ക് പോവാം. അപ്പം ഇത് നിങ്ങൾ നോക്കേണ്ടത് ആദ്യം ഈ ഫിഗർ നോക്കണം. ഫിഗറിൽ ആദ്യം തൈറോയിഡ് കാർട്ടിലേജ് എവിടെയാണ് കാണുന്നത്, അത് മെയിലിൽ എങ്ങനെയാണ്, ഫീമെയിലിൽ എങ്ങനെയാണ്, മറ്റേ ആദം സാപ്പിൻ്റെ കാര്യം പറയണം. പിന്നെ പോസ്റ്റീരിയർ ബോർഡർ പറയണം, പോസ്റ്റീരിയർ സർഫസ് പറയണം, സുപ്പീരിയർ ബോർഡർ പറയണം, പിന്നെ ഔട്ടർ സർഫസിൽ ഒബ്ലിക് ലൈനിൻ്റെ കാര്യം കൂടെ പറയണം. അപ്പോഴത്തേക്ക് സെറ്റ് ആവും. അടുത്തയിലായിട്ട് പോവാം. അടുത്താണ് ക്രിക്കോയിഡ് കാർട്ടിലേജ്. ക്രിക്കോയിഡ് കാർട്ടിലേജ് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു സിഗ്നറ്റ് ഷേപ്പാണ്. സിഗ്നറ്റ് ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു ആൻറ്റീരിയർ ആർച്ച്, നാരോ ആയിട്ടുള്ള ഒരു ആൻറ്റീരിയർ ആർച്ച് ഉണ്ട്. പിന്നെ ബാക്കിലായിട്ട് ഒരു വലിയ പോസ്റ്റീരിയർ ലാമിനി ഉണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് അങ്ങനെ എഴുതാം, സിഗ്നറ്റ് ഷേപ്പാണ്. പിന്നെന്താ, ഒരു നാരോ ആൻറ്റീരിയർ ആർച്ച് ഉണ്ട്, ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റീരിയർ ലാമിനയുണ്ട്. ഓക്കെ അല്ലേ? അത് ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഫസ്റ്റ് എഴുതാം. ലാരിങ്സിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയും. അത് വേണ്ട, ഇത്രയും നോക്കിയാൽ. അടുത്തത് നമുക്ക് ഇതിന്റെ അറ്റാച്ച്മെന്റ്സ് നോക്കാം. അറ്റാച്ച്മെന്റ്സ് പറയുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു ആന്റീരിയർ സർഫസും ഉണ്ട്, ഒരു പോസ്റ്റീരിയർ സർഫസ് ഉണ്ട് അല്ലേ? അപ്പോൾ 2 ബോർഡർ ഉണ്ട്, ആന്റീരിയർ ബോർഡർ, പോസ്റ്റീരിയർ ബോർഡർ, ആന്റീരിയർ സർഫസ്, പോസ്റ്റീരിയർ സർഫസ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഞാൻ ഈ ഫിഗർ തന്നെ നിങ്ങൾ നോക്കിയോ, ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അപ്പർ ബോർഡറും ലോവർ ബോർഡറും കാണാൻ പറ്റത്തില്ലേ? അതിൽ അപ്പർ ബോർഡറിൽ വരുന്ന ആരാ? ലാറ്ററൽ ക്രിക്കോ ആരിറ്റിനോയിഡ്നസ് മസിലും, അതാണ് ഇവിടെ വരുന്നത് അപ്പർ ബോർഡറിൽ. പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, ക്രിക്കോ വോക്കൽ മെംബ്രെയിൻ. അപ്പോൾ 2 പേരാണ് അപ്പർ ബോർഡറിൽ. ഏതൊക്കെയാണ്? ലാറ്ററൽ
ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും പിന്നെ ക്രിക്കോയിഡ് കാർട്ടിലേജ് അല്ലേ, അപ്പോൾ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിൽ. കാരണം നിങ്ങൾക്കറിയാലോ, നമ്മൾ ആ ഫിഗർ ആദ്യം നോക്കിയപ്പോൾ ക്രിക്കോയിഡ് കാർട്ടിലേജിൻ്റെ അവിടെ ആയിട്ടല്ലേ അത് വരുന്നത് അല്ലേ. അപ്പോൾ ലാറ്ററൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും പിന്നെ ക്രിക്കോ വോക്കൽ മെംബ്രെയിനും, അതാണ് അപ്പർ ബോർഡർ. പിന്നെ ലോവർ ബോർഡറിൽ ഒരാളേ ഉള്ളൂ, ഇതാണ് ക്രിക്കോ ട്രക്കിയൽ ലിഗമെന്റ്. ഓക്കെ അല്ലേ. അപ്പോൾ ക്രിക്കോയിഡ് കാർട്ടിലേജിന്റെ അപ്പർ ബോർഡറും ലോവർ ബോർഡറുമാണ് പറഞ്ഞത്. അപ്പർ ബോർഡറിൽ ആരാണ്, അത് നമുക്ക് 2 ഫിഗർ വരുള്ളൂ, ഇങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം, അതിന് 2 ഫിഗറും വരാം. അപ്പോൾ അത് 2 ഫിഗർ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പർ ബോർഡറിൽ ലാറ്ററൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും ക്രിക്കോ വോക്കൽ മെംബ്രെയിനും, താഴെയാണെങ്കിലോ ക്രിക്കോ ട്രക്കിയൽ ലിഗമെന്റ്. ഓക്കെ അല്ലേ. അപ്പർ ബോർഡറും ലോവർ ബോർഡറും കഴിഞ്ഞു. പിന്നെ നോക്കുന്ന എന്താണ്, അവരുടെ സർഫസിൽ എപ്പോഴും മസിലിൻ്റെ ഒക്കെ അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരുടെ ഔട്ടർ സർഫസിൽ 2 മസിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇതൊക്കെയാണ്, ഒന്ന് ക്രിക്കോ തൈറോയിഡ് മസിലും പിന്നെ ഇൻഫീരിയർ കൺസ്ട്രക്ടർ ഓഫ് ഫാരിങ്സിന്റെ ഇൻഫീരിയർ കൺസ്ട്രക്ടർ. ഇതാണ് എവിടെ വരുന്നത്, ഔട്ടർ സർഫസ്. ഇന്നർ സർഫസിൽ മ്യൂക്കസ് മെംബ്രെയിൻ്റെ ലൈനിങ് ആണ്. അപ്പം സിമ്പിൾ അല്ലേ. അപ്പം നമ്മൾ അപ്പർ ബോർഡർ പറഞ്ഞു, ലോവർ ബോർഡർ പറഞ്ഞു, ഔട്ടർ സർഫസ് പറഞ്ഞു, ഇന്നർ സർഫസ് പറഞ്ഞു. ഒന്നുകൂടെ നോക്കാം. അപ്പർ ബോർഡർ ആരൊക്കെയായിരുന്നു, ലാറ്ററൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും ക്രിക്കോ വോക്കൽ മെംബ്രെയിനും, താഴെ ക്രിക്കോ ട്രക്കിയൽ ലിഗമെന്റ്. ഔട്ടർ സർഫസിൽ 2 മസിൽ, ക്രിക്കോ തൈറോയിഡ് മസിലും പിന്നെ ആരായിരുന്നു, ഇൻഫീരിയർ കൺസ്ട്രക്ടർ ഓഫ് ദി ഫാരിങ്സും. ഓക്കെ അല്ലെ. ഇന്നർ സർഫസിൽ തൈറോയിഡ് മ്യൂക്കസ് മെംബ്രെയിൻ്റെ ലൈനിങ്. ഇതാണ്. അപ്പം അത് നമ്മൾ കഴിഞ്ഞു. പിന്നെ പറയേണ്ടത് ബോർഡർ ആണ്. ബോർഡർ അതിന് മുന്നേ നമ്മളിപ്പോൾ പറഞ്ഞ ആരുടെ കാര്യമാണ്, നാരോ ആൻറ്റീരിയർ ആർച്ചിൻ്റെ കാര്യമാണ് അല്ലേ. ഇനി പോസ്റ്റീരിയർ ലാമിനയുടെ കാര്യം പറയണ്ടേ. പോസ്റ്റീരിയർ ലാമിന എടുക്കുന്ന സമയത്ത് ഇവർക്ക് എന്താണ്, അപ്പർ ബോർഡർ ഉണ്ട്. അപ്പർ ബോർഡർ നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും അല്ലേ, ഒരു ജോയിന്റുമായിട്ടാണ് അവർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. സൈനോവിയൽ ജോയിന്റ് ഓഫ് ദി ക്രിക്കോ അരീറ്റിനോയിഡ്നസ് ജോയിന്റ്. അപ്പം സൈനോവിയൽ ക്രിക്കോ അരീറ്റിനോയിഡ് ജോയിന്റുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി അപ്പർ ബോർഡർ. ലോവർ ബോർഡർ നോക്കി, ഒരു മസിൽ കണ്ടില്ലേ, ട്രക്കിയാലിസ് മസിലാണ് ലോവർ ബോർഡറിൽ വരുന്നത്. അപ്പം അത്രയും പറയാം. അപ്പം നമ്മൾ ആൻറ്റീരിയറിലാണെങ്കിൽ അപ്പർ ബോർഡർ ലോവർ ബോർഡർ ഓർമ്മയുണ്ടല്ലോ. പോസ്റ്റീരിയർ ലാമിന വരുമ്പോൾ അപ്പർ ബോർഡർ ആരാണ്, സൈനോവിയൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് ജോയിന്റ് ആണ്. സൈനോവിയൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് ജോയിന്റ് ആണ്. ലോവർ ബോർഡർ ആരാണ്, ട്രക്കിയാലിസ് മസിൽ. ഓക്കെ അല്ലേ. നമുക്ക് സർഫസ് നോക്കാം. ആൻറ്റീരിയർ സർഫസ് ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. പോസ്റ്റീരിയർ സർഫസ് ആരാണ്, ടെൻഡൻ ഓഫ് ഈസോഫാഗസ് ആണ്. പിന്നെ ലാറ്ററൽ ഏരിയയിൽ ഒരു മസിൽ വരുന്നുണ്ട്, അതാണ് ഇത് പോസ്റ്റീരിയർ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിൽ. പോസ്റ്റീരിയർ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിൽ സിമ്പിൾ ആണ്. നോക്കാം, ഫിഗർ വെച്ച് നോക്കാം. ഇപ്പൊ ക്രിക്കോയിഡ് ഇത്രയേ ഉള്ളൂ. ക്രിക്കോയിഡ് കാർട്ടിലേജ് എന്താണ്, ആ 2 ഫിഗർ നോക്കാം. ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം. നാരോ ആൻറ്റീരിയർ ആർച്ചും ഉണ്ട്, ബ്രോഡർ ആയിട്ടുള്ള പോസ്റ്റീരിയർ ലാമിനയും ഉണ്ട്. നാരോ ആൻറ്റീരിയർ ആർച്ചിൽ എന്തൊക്കെയുണ്ടെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പർ ബോർഡർ ലോവർ ബോർഡർ നോക്കണം. അപ്പർ ബോർഡറിൽ ആരാണ്, ലാറ്ററൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞു, ലാറ്ററൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും ക്രിക്കോ വോക്കൽ മെംബ്രെയിനും. താഴെ ആരാണ്, ക്രിക്കോ ട്രക്കിയൽ ലിഗമെന്റ്. ലോവർ ബോർഡർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, അത് പറഞ്ഞു. പിന്നെ സർഫസ് ആണ് അല്ലേ. സർഫസ് എന്ന് പറയുന്നത് ഔട്ടർ സർഫസിൽ ആരായിരുന്നു, 2 മസിൽ അല്ലേ, ക്രിക്കോ തൈറോയിഡ് മസിലും പിന്നെ ആരായിരുന്നു, ഇൻഫീരിയർ കൺസ്ട്രക്ടർ ഓഫ് ദി ഫാരിങ്സും. ഇനി ഇന്നർ സർഫസ് ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. ക്ലിയർ. പോസ്റ്റീരിയർ ലാമിനയുടെ അപ്പർ ബോർഡറിൽ ആരായിരുന്നു, സൈനോവിയൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് ജോയിന്റ് ആയിരുന്നു അല്ലേ. ലോവർ ബോർഡറിൽ ട്രക്കിയാലിസ് മസിൽ. പിന്നെ ആൻറ്റീരിയർ സർഫസ് ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. പോസ്റ്റീരിയർ സർഫസ് ആണെങ്കിലോ ടെൻഡൻ ഓഫ് ദി ഈസോഫാഗസ്. പിന്നെ 2 ലാറ്ററൽ ഏരിയയിൽ ആരുണ്ട്, ലാറ്ററൽ ഏരിയയിലാണ് നമ്മുടെ പോസ്റ്റീരിയർ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലുള്ളത്. അപ്പം അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് എപ്പിഗ്ലോട്ടിസിലോട്ട് പോകാം. എപ്പിഗ്ലോട്ടിസ് സിമ്പിളാണ്. ഒരു ലീഫ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഒരു കാർട്ടിലേജ് ആണ് എന്ത്, എപ്പിഗ്ലോട്ടിസ്. അത് വന്നിട്ട് നമ്മുടെ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് നമ്മുടെ ടങ്ങിൻ്റെ റൂട്ടിൻ്റെ ബാക്കിലായിട്ടാണ് എന്ത് കാണുന്നത്, എപ്പിഗ്ലോട്ടിസ് കാണുന്നത്. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ റൂട്ട് ഓഫ് ദി ടങ്. അപ്പം ലീഫ് ലൈക്ക് ആണ്, സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ റൂട്ട് ഓഫ് ദി ടങ്. ഓക്കെ അല്ലേ. അപ്പം അത് ഓക്കെ, ലീഫ് ലൈക്ക് ആണ്. അറ്റാച്ച്മെന്റ്സ് നോക്കാം. അറ്റാച്ച്മെന്റ്സ് സിമ്പിളാണ്. അപ്പർ എൻഡ് ലോവർ എൻഡ്, പിന്നെ സർഫസ് ആൻറ്റീരിയറും പോസ്റ്റീരിയറും, ഇത്രയേ ഉള്ളൂ. അപ്പർ എൻഡ് ലോവർ എൻഡ്, സർഫസ് ആൻറ്റീരിയറും പോസ്റ്റീരിയറും. അപ്പർ എൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ലോവർ എൻഡിൽ തൈറോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ്. ലോവർ എൻഡിൽ ആരാണ്, തൈറോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ് ആണ്. അപ്പോൾ ആ ലീഫ് ലൈക്ക് സ്ട്രക്ചർ കണ്ടില്ലേ, ലീഫ് ലൈക്ക് സ്ട്രക്ചർ. അപ്പർ എൻഡിൽ ആരാണ്, ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. ലോവർ എൻഡിൽ തൈറോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ്. ഇനി സർഫസ് നോക്കാം. സർഫസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും.
ഒരു മീഡിയനും 2 ഗ്ലോസോ എപ്പിഗ്ലോട്ടിക് ഫോൾഡ് ഉണ്ട്. എന്തുണ്ട്? ഒരു മീഡിയനും 2 ഗ്ലോസോ എപ്പിഗ്ലോട്ടിക് ഫോൾഡ് ആണ് ആർക്കുള്ളത്? എപ്പിഗ്ലോട്ടിസിനുണ്ടത്. ഇനി ഇവർ രണ്ടുപേരുടെ ഇടയിലായിട്ട് 2 ഡിപ്രഷൻ കാണൂല, അതിനെ വല്ലാക്യുല എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വല്ലാക്യുല. ഇത്രയേ ഉള്ളൂ. എന്ത്? പിന്നെ ഹയോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റും ഉണ്ട്. ഹയോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ് ആണ് എവിടെ വരുന്നത്? ഔട്ടർ സർഫസ്, ആന്റീരിയർ സർഫസിൽ വരുന്നത്. പോസ്റ്റീരിയർ സർഫസ് മ്യൂക്കസ് മെംബ്രെയിൻ. സിമ്പിൾ അല്ലേ? ഇപ്പോൾ ഒന്നുകൂടെ പറയാം. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഫ് ലൈക്ക് ആണ്. അപ്പർ എൻഡ്, ലോവർ എൻഡ്, ആന്റീരിയർ സർഫസ്, പോസ്റ്റീരിയർ സർഫസ്. ആന്റീരിയർ സർഫസ്, പോസ്റ്റീരിയർ സർഫസ്. അപ്പർ എൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. ലോവർ എൻഡ് തൈറോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ് ആണ്. ആന്റീരിയർ സർഫസിൽ ആരൊക്കെയുണ്ട്? ഒരു മീഡിയനും 2 ലാറ്ററലും ഗ്ലോസോ എപ്പിഗ്ലോട്ടിക് ഫോൾഡ് ഉണ്ട്. അവിടെ 2 ഡിപ്രഷൻസ് ഉണ്ട്. അതാണ് എന്ത്? വല്ലാക്യുല. ഇനി ഇവരുടെ പോസ്റ്റീരിയർ അപ്പൊ ഞാൻ ഹയോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റും അത് മറക്കരുത്. അപ്പൊ ഇത് എന്തൊക്കെയായിരുന്നു? ഒരു മീഡിയനും 2 ലാറ്ററലും ഗ്ലോസോ എപ്പിഗ്ലോട്ടിക് ഫോൾഡും പിന്നെ ഒരു അവിടെ വരുന്ന 2 ഡിപ്രഷൻ ആയിരുന്നു വല്ലാക്യുല. പിന്നെ ഹയോ എപ്പിഗ്ലോട്ടിക് ലിഗമെന്റ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് പോസ്റ്റീരിയർ സർഫസ് ആണ് മ്യൂക്കസ് മെംബ്രെയിൻ. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം വേണമെങ്കിൽ നമുക്ക് ലാറ്ററൽ ബോർഡറിൽ അരി എപ്പിഗ്ലോട്ടിക് ഫോൾഡ് ഉണ്ടെന്ന് കൂടെ പറയാം. അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടെ പറഞ്ഞു. ലാറ്ററലിൽ അരി എപ്പിഗ്ലോട്ടിക് ഫോൾഡ് ഉണ്ട്. അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറേ പേര് കഴിഞ്ഞു. ഇനി നമുക്ക് അരീറ്റിനോയിഡ് കാർട്ടിലേജ് നോക്കാം. ഓക്കെ, അരീറ്റിനോയിഡ് കാർട്ടിലേജ്. അപ്പൊ അരീറ്റിനോയിഡ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്ത് ഷേപ്പാണെന്ന് അറിയാം? ഒരു പിരമിഡ് കിടക്കാണ് ഇരിക്കുന്നത്. എന്താണ്? ഒരു പെയർ ഓഫ് സ്മോൾ പിരമിഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കാർട്ടിലേജ് ആണ് അരീറ്റിനോയിഡ് കാർട്ടിലേജ്. അപ്പൊ അതിനൊരു അപ്പെക്സ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, ഒരു പോസ്റ്റീരിയർ, ആന്റീറോ ലാറ്ററൽ, മീഡിയൽ സർഫസ് ഉണ്ട്. ആന്റീരിയർ സർഫസ് ഇല്ല. അപ്പൊ എന്താണ്? ചെറിയ സ്മോൾ പെയർ, ഒരു പെയറാണ് അരീറ്റിനോയിഡ്. എന്താണ്? പെയർഡ് ആണ്. പെയർഡ് ആയിട്ടുള്ള ആരൊക്കെയായിരുന്നു? CCA. അൺപെയർഡ് ആയിട്ടുള്ളത് ETC. ഓക്കെ, അപ്പൊ അരീറ്റിനോയിഡ് എന്താണ്? പെയർഡ് ആയിട്ടുള്ള ചെറിയ പിരമിഡൽ ഷേപ്പുള്ള കാർട്ടിലേജ് ആണ് അരീറ്റിനോയിഡ് കാർട്ടിലേജ്. അപ്പെക്സ് ഉണ്ട്, ബേസ് ഉണ്ട്, പിന്നെ ആരുണ്ട്? 3 സർഫസ്: പോസ്റ്റീരിയർ, ആൻഡ്രോ ലാറ്ററൽ, മീഡിയൽ സർഫസ്. ഓക്കെ അല്ലേ? അപ്പെക്സും ബേസും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ആരുമായിട്ടെന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. അപ്പെക്സ് ആരുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? കോർണിക്കുലേറ്റ് കാർട്ടിലേജുമായിട്ടാണ്. കോർണിക്കുലേറ്റ് കാർട്ടിലേജുമായിട്ടാണ് അപ്പെക്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ബേസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ക്രിക്കോയിഡ് കാർട്ടിലേജുമായിട്ടാണ്. അപ്പെക്സ് കോർണിക്കുലേറ്റ് കാർട്ടിലേജുമായിട്ടും ബേസ് ക്രിക്കോയിഡ് കാർട്ടിലേജുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പെക്സിൽ വരുന്ന 2 അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. ഒബ്ലിക് അരീറ്റിനോയിഡസ് മസിലും പിന്നെ അരി എപ്പിഗ്ലോട്ടിക് മസിലും. കുറച്ച് പാടെ നമ്മൾ ഓർത്ത് വെച്ചോ. OA എന്നല്ലോ നോക്കി വെച്ചാൽ മതി. അതിന് എനിക്ക് ഇതുവരെ നിമോണിക്സ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, നമുക്ക് പഠിക്കാം, നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ അരീറ്റിനോയിഡ് കാർട്ടിലേജിൻ്റെ എന്താണ്? അപ്പെക്സും ഉണ്ട്, ബേസും ഉണ്ട് അല്ലേ? അപ്പെക്സിൽ വരുന്ന എന്താണ്? 2 മസിൽ അറ്റാച്ച്മെന്റ് ആണ്. ഒബ്ലിക് അരീറ്റിനോയിഡ്നസ് മസിലും അരി എപ്പിഗ്ലോട്ടിക് മസിലും. അവിടെ ആരുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? കോർണിക്കുലേറ്റ് കാർട്ടിലേജും. അതാണ്. മറ്റേ ബേസ് ആണെങ്കിൽ ആർട്ടിക്കുലേറ്റ് വിത്ത് ക്രിക്കോയിഡ് കാർട്ടിലേജ്. ബേസിൽ വേറെ അറ്റാച്ച്മെന്റ്സ് ഒന്നുമില്ല. പിന്നെ പോസ്റ്റീരിയർ സർഫസിൽ 2 മസിൽ: ഒബ്ലിക്കും ട്രാൻസ്വേഴ്സ്. ഒബ്ലിക് അരീറ്റിനോയിഡസ് മസിലും ട്രാൻസ്വേഴ്സ് അരീറ്റിനോയിഡസ് മസിലും. ഓക്കെ അല്ലേ? പിന്നെ മീഡിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂക്കസ് മെംബ്രെയിൻ. M അങ്ങനെ വെച്ചത്. മീഡിയൽ സർഫസ് മ്യൂക്കസ് മെംബ്രെയിൻ. പിന്നെ ആൻഡ്രോ ലാറ്ററലില് ഞാൻ പഠിച്ചത് V3QT എന്നാണ്. 3 Vയും 1 Q 1 T. V3QT. V ഏതൊക്കെയാ? വോക്കാലിസ് മസില്, വെസ്റ്റിബുലാർ ലിഗമെന്റ്, വോക്കൽ ലിഗമെന്റ്, ക്വാഡ്രേറ്റ് മെംബ്രെയിന്, പിന്നെ തൈറോ അരീറ്റിനോയിഡസ് മസിൽ. തൈറോ അരീറ്റിനോയിഡസ് മസിൽ. ഇത്രയാണ് പോസ്റ്റീരിയർ ആൻഡ്രോ ലാറ്ററൽ സർഫസിൽ വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അപ്പോൾ അരീറ്റിനോയിഡ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പെയർ ഓഫ് സ്മോൾ പിരമിഡൽ ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജ് ആണ്. ഇത് എവിടെ കാണപ്പെടുന്നു? നമ്മൾ പറഞ്ഞു ഹയാലിൻ കാർട്ടിലേജ് ആണ് അല്ലേ? അരീറ്റിനോയിഡ് വരുന്ന എല്ലാവരും ഹയാലിനാണ്. മറ്റേതെല്ലാം ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതും ഹയാലിനാണ്. ഇവിടെ അപ്പെക്സ് ഉണ്ട്, ബേസ് ഉണ്ട്, പോസ്റ്റീരിയർ, ആൻഡ്രോലാറ്ററൽ, മീഡിയൽ സർഫസ് ഉണ്ട്. ഇതിൽ അപ്പെക്സ് ആർട്ടിക്കുലേറ്റ് വിത്ത് കോർണിക്കുലേറ്റ് കാർട്ടിലേജ്. അവിടെ 2 മസിൽ: ഒബ്ലിക് അരീറ്റിനോയിഡസ് മസിലും അരി എപ്പിഗ്ലോട്ടിക് മസിലും. ഓക്കെ അല്ലേ? ഇനി ബേസിലാണെങ്കിൽ ഇത് ആർട്ടിക്കുലേറ്റ് വിത്ത് ക്രിക്കോയിഡ് കാർട്ടിലേജ്. അവിടെ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. പോസ്റ്റീരിയർ സർഫസിൽ ഒബ്ലിക് അരീറ്റിനോയിഡസ്, ട്രാൻസ്വേഴ്സ് അരീറ്റിനോയിഡസ്. ഒബ്ലിക് ട്രാൻസ്വേഴ്സ് എളുപ്പമായി. പിന്നെ മീഡിയയിലാണെങ്കിലോ ഇറ്റ് ഈസ് ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. അടുത്ത ആരാ? ആൻറ്ററോ ലാറ്ററൽ. അവിടെ നമുക്ക് V3QT എന്ന് കൊടുക്കാം. V3QT. വോക്കാലിസ് മസിൽ, വെസ്റ്റിബുലാർ ലിഗമെന്റ്, വോക്കൽ ലിഗമെന്റ്, Q ക്വാഡ്രേറ്റ് മെംബ്രെയിൻ, T തൈറോ അരീറ്റിനോയിഡസ് മസിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക്
വരുന്ന അറ്റാച്ച്മെൻറ്റ്സ്. ഇത്രയും പിന്നെ 2 പ്രോസസ്സുണ്ട്, മസ്കുലാർ പ്രോസസ്സും ഉണ്ട്, വോക്കൽ പ്രോസസ്സും ഉണ്ട്. മസ്കുലാർ പ്രോസസ്സിൽ പറയാനുള്ളത് 2 മസിലാണ്. ഏതൊക്കെയാണ്? ലാറ്ററൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസും പോസ്റ്റീരിയർ ക്രിക്കോ അരീറ്റിനോയിഡ്നസും. വോക്കൽ പ്രോസസ്സിൽ VV, വോക്കൽ ലിഗമെന്റ് വോക്കാലിസ് മസിൽ. സിമ്പിൾ അല്ലേ? അപ്പോൾ വോക്കൽ പ്രോസസ്സ് VVV ആണ്. വോക്കൽ പ്രോസസ്സ് വോക്കൽ ലിഗമെന്റ് വോക്കാലിസ് മസിൽ. ഇനി മസ്കുലാർ പ്രോസസ്സിൽ ലാറ്ററലും VLP എന്നാണ് വെച്ചാൽ MLP എന്നാണ് വെച്ചാൽ മതി. സോറി. അപ്പോൾ മസ്കുലാർ പ്രോസസ്സിൽ ലാറ്ററൽ അരീറ്റിനോയിഡ്നസ് മസിലും ലാറ്ററൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും പോസ്റ്റീരിയർ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും. മറ്റേ വോക്കൽ പ്രോസസ്സ് ആണെങ്കിൽ വോക്കാലിസ് മസിലും വോക്കൽ ലിഗമെന്റ്. അപ്പോൾ അരീറ്റിനോയിഡ്നസും കഴിഞ്ഞു. പിന്നെ വരുന്ന ക്യൂണിഫോമും കോർണിക്കുലർക്കും വളരെ സിമ്പിളാണ്. അപ്പോൾ അരീറ്റിനോയിഡ്നസ് അപ്പെക്സ് ബേസ് അതെല്ലാം ഓർമ്മയിട്ടില്ല. പിന്നെ മസ്കുലാർ പ്രോസസ്സ് ആണെങ്കിൽ ലാറ്ററൽ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും പോസ്റ്റീരിയർ ക്രിക്കോ അരീറ്റിനോയിഡ്നസ് മസിലും. വോക്കൽ പ്രോസസ്സ് ആണെങ്കിൽ വോക്കാലിസ് മസിലും വോക്കൽ ലിഗമെന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇത്രയും നമ്മുടെ ഇപ്പം തന്നെ നമ്മൾ ഏകദേശം കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റത്തെ 2 എണ്ണമാണ് കോർണിക്കുലേറ്റ് കാർട്ടിലേജും ക്യൂണിഫോം കാർട്ടിലേജും. കോർണിക്കുലേറ്റ് കാർട്ടിലേജിന്റെ മറ്റൊരു പേരാണ് നിങ്ങൾ സന്തൂർ എന്ന് ഓർത്താൽ മതി. സന്തോറിനി കാർട്ടിലേജ്. എന്താണ്? സന്തൂർ. അപ്പൊ സന്തോറിനി കാർട്ടിലേജ്. ഓക്കെ. അപ്പൊ കോർണിക്കുലേറ്റ് സന്തോറിനി കാർട്ടിലേജ് ആണ്. ഇവിടെ ആകെ 3 പോയിന്റ് പഠിക്കാവുള്ളൂ. ഒന്ന്, എലാസ്റ്റിക് കാർട്ടിലേജ് ആണെന്ന് അറിയാലോ. നമ്മൾ പറഞ്ഞ ഓയിഡ് അല്ലാത്ത എല്ലാവരും എലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. അതിന്റെ കൂടെ പറഞ്ഞു 2 കോണിക്കൽ സ്മോൾ നൊഡ്യൂൾസ് ഉണ്ട്. എന്തുകൊണ്ട്? 2 കോണിക്കൽ സ്മോൾ നൊഡ്യൂൾസ് ഉണ്ട്. ആർട്ടിക്കുലേറ്റ് വിത്ത് അരീറ്റിനോയിഡ് കാർട്ടിലേജുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതാണ്? കോർണിക്കുലേറ്റ് കാർട്ടിലേജ്, സന്തോറിനി കാർട്ടിലേജ് എന്നും വിളിക്കാറുണ്ട്. ഇവർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് അരീറ്റിനോയിഡ് കാർട്ടിലേജുമായിട്ടാണ്. ചെറിയ സ്മോൾ നൊഡ്യൂൾസ് കാണപ്പെടും. 2 കോണിക്കൽ ചെറിയ നൊഡ്യൂൾസ് കാണപ്പെടും. പിന്നെ ഇവരെന്താണ്? എലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. ക്യൂണിഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ മറ്റൊരു പേരാണ് റിസ്ബർഗ്. എന്താണ്? റിസ്ബർഗ് കാർട്ടിലേജ് എന്ന് വിളിക്കും. ഇവർ ആരുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല. ഏറ്റവും മേളിലല്ലേ, ആരുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ്? ഇവർക്ക് ഒരു വൈറ്റിഷ് എലിവേഷൻ ആയിട്ടൊക്കെ നമുക്ക് മ്യൂക്കസിൽ കൂടി ഇത് കാണപ്പെടും. വൈറ്റിഷ് എലിവേഷൻ ആയിട്ടൊക്കെ മ്യൂക്കസിൽ കൂടെ കാണപ്പെടും. ഇവർ ചെറുതാണ്. ഒരു ക്ലബ് ലൈക്ക് നൊഡ്യൂൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ക്ലബ് ലൈക്ക് നൊഡ്യൂൾ എന്ന് വിളിക്കും. ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. പിന്നെ അരി എപ്പിഗ്ലോട്ടിക് ഫോൾഡ് 2 ഉണ്ട് കേട്ടോ. 2 അരി എപ്പിഗ്ലോട്ടിക് ഫോൾഡ് ഉണ്ട്. അപ്പോൾ ക്യൂണിഫോമിൽ എന്തൊക്കെ പറയാം? ക്ലബ് ലൈക്ക് നൊഡ്യൂൾസ് കാണപ്പെടും. ഡു നോട്ട് ആർട്ടിക്കുലേറ്റ് വിത്ത് എനി ഓഫ് ദി അതർ കാർട്ടിലേജസ്. അരി എപ്പിഗ്ലോട്ടിക് ഫോൾഡ് 2 കോമൺ ആയിട്ട് പറയാം. പിന്നെ ഇവരെ നമ്മൾക്ക് വൈറ്റിഷ് അപ്പിയറൻസ് ആയിട്ട്, വൈറ്റിഷ് എലിവേഷൻ ആയിട്ട് കാണപ്പെടും വെൻ സീൻ ത്രൂ മ്യൂക്കോസ എന്നാണ് പറയുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാർട്ടിലേജസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും പുതിയ കറക്ഷൻസോ ടോപ്പിക്സോ എന്തുണ്ടെങ്കിലും, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.